അതുകൊണ്ട് തന്നെ ആ തെറ്റായ വിശ്വാസങ്ങളെ തിരുത്തിക്കൊടുക്കുക എന്നുള്ള ഒരു കാര്യം കൂടി ഈ പ്രവാചകന്മാരുടെ ചരിത്രം വിശദീകരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നിർവഹിക്കുന്നുണ്ട്. ഇതാണ് അംബിയാവുമായി കൊണ്ട് ബന്ധപ്പെട്ട്. പിന്നെ ഒരു സൂറത്തിന് ഒരു പേര് കിട്ടും. അപ്പൊ സൂറത്ത് ത്വാഹക്ക് ത്വാഹ എന്ന് പേര് കിട്ടിയതിന് ഒന്നാമത്തെ ആയത്ത് എന്താണ്? ത്വാഹ എന്നുള്ള. ഒരു പിന്നെ സൂറത്തുകളുടെ പേരുകൾക്ക് ഒരേ മാനദണ്ഡമല്ലുള്ളത്. ഇപ്പൊ നമുക്കറിയാം സൂറത്ത് ബഖറ. സൂറത്ത് ബഖറക്ക് പേര് കിട്ടാൻ കാരണം എന്താണ്? പല കാരണങ്ങളുണ്ട്. ഒന്ന്, ബനൂ ഇസ്രായേല്യരായ ആളുകളോട് ഒരു പശുവിനെ അറുക്കാൻ വേണ്ടി പറഞ്ഞ സംഭവം അതിലെന്തുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബനൂ ഇസ്രായേല്യരായ ആളുകൾ ഈ ബഖറത്തിനെ, പശുക്കുട്ടിയെ ആരാധിച്ച ചരിത്രവും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ബഖറയിൽ വിശദീകരിക്കുന്നുണ്ട്. ആ ഒരു സൂറത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള പ്രധാന കണ്ടന്റ് വെച്ചുകൊണ്ട് ചിലപ്പോൾ സൂറത്തിന് പേരുകൾ ഇടാം. സൂറത്തിന്റെ പേരുകൾ അത് അള്ളാഹു ഇട്ടതാണോ അതല്ല റസൂലുള്ളാഹി ഇട്ടതാണോ അതല്ല പ്രവാചകൻ പിന്നെ ഉലമാക്കൾ പണ്ഡിതന്മാർ ഇജ്തിഹാദ് ചെയ്ത് കണ്ടെത്തിയതാണെന്നൊക്കെ പണ്ഡിതന്മാർക്ക് തർക്കമുണ്ട്. ഏതായാലും പിന്നെ റാജിഹായ അഭിപ്രായം അഥവാ അല്ലാഹു ആലം സൂറത്തുകളുടെ പേരുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുത്തതാണ് എന്നുള്ള അഭിപ്രായമാണ് കൂടുതൽ ശരിയായി തോന്നുന്നത്. കാരണം തെളിവെന്താ ചോദിച്ചാൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹയുമായി വരുമ്പോൾ ഇത് ഫീ സൂറത്തി കദാ ഫീ മൗലഇ കദാ എന്ന് പറയാറുണ്ട്. ഈ ആയത്ത് ഇന്ന സൂറത്തിലെ ഇത്രാമത്തെ സ്ഥലത്ത് വെക്കണം എന്ന് പറയാറുണ്ട്. അപ്പൊ ഇന്ന സൂറത്തിലെ എന്ന് പറയുമ്പം എന്ത് ചെയ്യാറുണ്ട്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മൻ ഖറ പിന്നെ സൂറത്തുൽ ബഖറ ആൽ ഇംറാൻ, മൻ ഖറ സൂറത്തുൽ നിസാ, മൻ ഖറ സൂറത്തുൽ സജദ ഒക്കെ ഒരുപാട് സൂറത്തുകളുടെ ഫളലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. അസ്സബഉൽ മസാലി എന്ന് സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ച് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പേരുകളായിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കട്ടെ. ഇനി നമുക്കറിയാം അമ്പിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ നബിമാരാണ്. അപ്പൊ നബിമാരുമായി കൊണ്ടുള്ള വിശ്വാസം നമ്മുടെ ഈമാൻ കാര്യത്തിൽപ്പെട്ടതാണ്. നബിമാരുടെ വിശ്വാസം നമ്മുടെ ഈമാൻ കാര്യത്തിൽപ്പെട്ടതാണ്. എത്രാമത്തെ ഈമാൻ കാര്യം നബിയിലുള്ള വിശ്വാസം? പ്രവാചകന്മാരുള്ള വിശ്വാസം ഈമാൻ കാര്യങ്ങൾ എത്രാമത്താണ്? അഞ്ചാമത്തെ? 5 അഭിപ്രായമുള്ളവരുണ്ട്, 4 അഭിപ്രായമുള്ളവരുണ്ട്. പറഞ്ഞു നോക്കുമ്പോഴേ അറിയുള്ളൂ. അങ്ങനെ അഭിപ്രായമുണ്ട്. ഒന്നാമത്തെ ഏതായാലും തർക്കമുണ്ടോ? ഒന്നാമത്തെ വിശ്വാസം കാര്യതാ? അള്ളാഹു വിശ്വസിക്കുക. അള്ളാഹു വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഉണ്ടെന്ന് വിശ്വസിക്കലല്ല, അള്ളാഹ് ഉണ്ടെന്ന് വിശ്വസിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉ സിഫാത്തുകളൊക്കെ അള്ളാഹുക്കുള്ളതാണ്, അള്ളാഹുവിന് തുല്യരില്ല എന്ന ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. രണ്ടാമത്തെ കാര്യം ഇതാണ് മലക്കുള്ള വിശ്വാസം. മൂന്നാമത്തെ കാര്യം ഇതാണ് ഗ്രന്ഥങ്ങളുള്ള വിശ്വാസം. ഇത് നിങ്ങൾക്ക് തർത്തീബ് പറയണമെങ്കിലാണ് ആമന റസൂൽ ഉപയോഗിക്കാൻ മതി. ആമന റസൂൽ എല്ലാവർക്കും അറിയില്ലേ? ആമന റസൂൽ എന്താ? ആമന റസൂലു അലൈഹി റബ്ബി വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസുലിഹി. പിന്നെ ഇപ്പൊ 4 അവിടെ പറഞ്ഞു തർത്തീബില്. 5-ാമത്തേതാണ് അന്ത്യനാളുള്ള വിശ്വാസം. നമ്മൾ ഇസ്ലാം ഇത്തരക്കാരും മുജാഹിദൊക്കെ ഇമാംകാരും തർത്തീബിൽ ഇറങ്ങാൻ മോശട്ടോ. 5-ാമത്തേതാണ് അന്ത്യനാളിലുള്ള വിശ്വാസം. അന്ത്യനാളിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ 1-ാമത്തെ ആയത്തിലാണ് വരുന്നത്. അന്ത്യനാളിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് അവസാനമുണ്ട്, അതിനുശേഷം സ്വർഗമുണ്ട്, നരകമുണ്ട്, വിചാരണുണ്ട്, സിറാത്തുണ്ട്, ഹൗദുണ്ട്, മീസാനുണ്ട്, ഒക്കെ വിശ്വസിക്കണം. 6-ാമത്തേതാണ് ഖദറുള്ള വിശ്വാസം. ഖദറുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള എല്ലാ നന്മകളും എല്ലാ തിന്മകളും അത് അള്ളാഹുവിന്റെ അടുക്കൽ എന്നുള്ളതാണ് ഇതിന് വിശ്വാസം. മഹാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ 5 കാര്യങ്ങൾ വിശ്വസിച്ച് 6-ാമത്തെ കാര്യത്തിലൊക്കെ ചെറിയ സംശയമുണ്ട് ഖദറിനെ വിശ്വസിച്ച്. ഖദരിയാക്കുന്ന ഖദർ നിഷേധിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ.
അദ്ദേഹം പറയാണ്, ഉഹുദ് മലയോളം സ്വർണം ഒരാൾ അള്ളാന്റെ മാർഗത്തിൽ ചെലവിച്ചു. ഉഹുദ് മല കണ്ട ആൾക്കാർ ഇതിലുണ്ടാവും. അത്ര വലിയ മലയാണ്. അത്ര സ്വർണം ഒരാൾക്ക് ഉണ്ടാവില്ല. ഇനി അങ്ങനെ ഉണ്ടെന്ന് സപ്പോസ് സങ്കല്പിക്കുക. അങ്ങനെ സങ്കല്പിച്ച് ആ സ്വർണം മുഴുവനും അയാൾ അള്ളാന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്തു. പക്ഷെ അവർക്ക് ഖദറിലെ വിശ്വാസത്തിൽ ചെറിയൊരു പിഴവുണ്ട്. എങ്കിൽ അള്ളാഹ് എന്ത് ചെയ്യൂല? അത് സ്വീകരിക്കൂല. കാരണം വിശ്വാസം ഒരു വാക്ക് ശരിയാകണമെങ്കിൽ അയാൾക്ക് ഖദറിലെ വിശ്വാസം ഉണ്ടാകണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കണം. അപ്പൊ അത് വേറെ വിഷയം. അപ്പൊ ഈമാൻ കാര്യങ്ങളിൽ എത്രാമത്താണ് നബിമാരുടെ വിശ്വാസം? 4ാമത്തെ. നമ്മൾ സംശയം എന്താ പാടില്ല കേട്ടോ. 1 അള്ളാഹുവിന്റെ വിശ്വാസം, 2 മലായിക്കത്തുകളിൽ, 3 ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം. 4 ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് 4 ഗ്രന്ഥങ്ങളാണ്. വേറെയും ഗ്രന്ഥങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിൽ വിശദമായിട്ട് എന്ത് ചെയ്യണം? വിശ്വസിക്കും. ഖുർആൻ ഒരു ഹർഫ് പോലും തെറ്റില്ലെന്നും അതെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണ് വിശ്വസിക്കണം. 4ാമത്താണ് പ്രവാചകന്മാരുടെ വിശ്വാസം. 5 അന്ത്യനാളിലുള്ള വിശ്വാസം. 6 നന്മയും തിന്മ അഥവാ ഖദറിലുള്ള വിശ്വാസം. ഇതാണ് പ്രവാചകന്മാർ. ഇനി പ്രവാചകന്മാർ തന്നെയും 2 തരത്തിലുണ്ട്. ഒന്ന് നബിമാരെന്ന് പറഞ്ഞ് സാധാരണ പറയും. അതിനേക്കാൾ ദർജ കൂടുമ്പോഴാണ് റസൂലാകുക. എല്ലാ റസൂലുകളും ആരാണ്? നബിമാരാണ്. പക്ഷെ എല്ലാ നബിമാരും ആരല്ല? റസൂലുകളല്ല. എല്ലാ നബിമാരും എന്തല്ല? റസൂൽ. അപ്പൊ ഏറ്റവും സിമ്പിളായി ഞാൻ പറഞ്ഞുതരാം. 1ാമത്തെ നബി ആരാണ്? 1ാമത്തെ നബി ആരാ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. 1ാമത്തെ റസൂൽ ആരാ? 1ാമത്തെ റസൂൽ ആദം നബി അല്ല. 1ാമത്തെ റസൂൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. 1ാമത്തെ റസൂൽ ആരാണ്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആദം നബി അലൈഹി സ്വലാം. അപ്പോൾ റസൂലും നബിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, നബി എന്ന് പറഞ്ഞാൽ വഹയുള്ള ആള്. എങ്ങനത്തെ ആള്? വഹയുള്ള എല്ലാവരും നബിയാവോ? വഹയുള്ള എല്ലാവരും നബിയാവോ? ആവോ? അല്ല, നബിമാർക്ക് മാത്രമല്ല വഹി ഉണ്ടാവുക. ഇപ്പൊ നമ്മള് സുഹൃത്ത് ത്വാഹ പഠിച്ചില്ലേ? മൂസാ നബിന്റെ ഉമ്മാക്ക് വഹി കൊടുത്തില്ലേ? പക്ഷേ മറന്നോ? മൂസാ നബിന്റെ ഉമ്മാക്ക് വഹി കൊടുത്തില്ലേ? മൂസാ നബിന്റെ ഉമ്മ നബിയാണോ? മറിയം ബീവിക്ക് വഹിയില്ലേ? സുഹൃത്ത് മറിയമിന് ഇഷ്ടം പോലെ സ്ഥലത്ത് പറഞ്ഞില്ലേ? നബിയാണോ? വഹിയുള്ള പുരുഷന്മാർക്കാണ് എന്ത് പറയാ? നബിമാർ എന്ന് പറയാം. വഹി ഉണ്ടായാൽ. പക്ഷെ റിസാലത്തിന്റെ അഥവാ ദഅവത്തിനുള്ള നിർദ്ദേശം, ആളുകളെ പ്രബോധനം ചെയ്യാനുള്ള നിർദ്ദേശവും വേദഗ്രന്ഥവും കിട്ടിയ ആളുകളാണ് ആര്? റസൂലുകൾ. ഇനി ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കാം. നമ്മളെ നബിയാണോ റസൂലാണോ? നബിയാണ്, റസൂലാണ്. ആദ്യം നബിയാണോ ആയത്? റസൂലാണോ ആയത്? നബിയാണെന്റെ റസൂലാൻ കഴിയുള്ളൂ. ശരി. ഏത് ആയത്ത് കൊണ്ടാണ് നബി ആയത്? ആദ്യതാ പറഞ്ഞത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ആ ആയത്ത് അവതരിച്ചതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരായി? നബിയായി. പക്ഷെ റസൂലായില്ല. എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായത്? അല്ല, അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടായിരുന്നു. അതിന് മുമ്പ് സൂറത്ത് മുസ്സമ്മിൽ, യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖും ഫഅൻദിർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടു, പേടിച്ചു, പുതപ്പിട്ട് മൂടി കിടക്കുമ്പോൾ എനിക്ക് ജനങ്ങൾക്ക് നീ എന്ത് ചെയ്യണം? ഉപദേശം കൊടുക്കും. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഇറങ്ങിയപ്പോൾ ഉപദേശം കൊടുക്കാൻ പറഞ്ഞില്ല, പ്രബോധനം നടത്താൻ പറഞ്ഞോ? ഇല്ല. പ്രബോധനം നടത്താനുള്ള കൽപ്പന വന്നപ്പോഴാണ് ആരായത്? റസൂൽ. അതുകൊണ്ടാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹബർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇഖ്റ കൊണ്ടാണ് അദ്ദേഹം പ്രവാചകൻ നബിയാക്കപ്പെട്ടത്, റസൂലാക്കപ്പെട്ടത് സൂറത്ത് മുസ്ലിമിലെ ഈ ആയത്ത് കൊണ്ടാണ്. അപ്പൊ നബിയും പിന്നെ റസൂലും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ദർജ കൂടിയത് ആരാണ്? റസൂലാണ്. മനസ്സിലല്ലേ? അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഒരു റസൂല് ആയ ഒരാളെ സംബന്ധിച്ചിടത്തോളം നബി ആയിരിക്കും. നിർബന്ധമായി നബിമാരെ ആരാവുള്ളൂ?
റസൂൽ. അതുകൊണ്ടാണ് പിന്നെ ഇനിയൊരു പ്രവാചകൻ വരാനില്ല എന്ന് പറഞ്ഞ് അടുത്ത സൂറത്ത് ഹസാബിൽ അന്ന് പറഞ്ഞത് മക്കാന മുഹമ്മദ് നബാഹദൻ റിജാലിക് വലാകിർ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ. എന്താ പറഞ്ഞത്? നബിമാരിൽ അവസാനത്തെ ആളാണ്. റസൂലുകളിൽ അവസാനത്തെ ആളാന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്താ ഉണ്ടാവുക? ഖാതമുർ റസൂൽ എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? റസൂലിന് വരില്ല, ഇനി എന്ത് വരാം? നബി വരും. എന്നാളുകൾ എന്ത് ചെയ്യും? പറയും. അതുകൊണ്ട് തന്നെ അള്ളാഹ് അവിടെ പ്രചരിച്ചെന്താണ്? ഖാതമുർ റസൂൽ എന്നല്ല, ഖാതമൻ നബിയ്യീൻ. നബിമാരിൽ തന്നെ അവസ്ഥ. ഇനി എന്തിന്റെ നബിനെ വരാനില്ല. നബി ഒന്നുകിലല്ലേ റസൂൽ ഉണ്ടാവുള്ളൂ. അപ്പൊ അതാണ് വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതാണ് സൂറത്തുൽ അംബിയ. നബിമാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശ്വസിക്കേണ്ടത് എന്താ വെച്ചാൽ, അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് നമ്മൾ വിശ്വാസം, അമ്പിയാക്കന്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തെരഞ്ഞെടുക്കുന്നവരാണ്. ഒരു നബിയും പ്രവാചകത്വം സ്വന്തമായി വാദിക്കാൻ കഴിവുള്ളവനല്ല. അങ്ങനെ ഒരാൾ സ്വന്തമായി നുബുവത്ത് വാദിച്ചാൽ അത് കള്ള നബിയായിരിക്കും. ഏതുപോലെ? മിർസനെ പോലെ, അതുപോലെ തന്നെ മുസൈലിമത്തുൽ കദ്ദാബിനെ പോലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരുപാട് കള്ളപ്രവാചകർ, അതിൽപ്പെട്ട ഒരാളാണ് മുസൈലിമത്തുൽ കദ്ദാബ്. യമാമയിലാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത്, നബിന്റെ കാലത്ത് മൂപ്പര് ഞാൻ നബിയെന്ന് പറഞ്ഞ രംഗത്ത് വന്നു. അത് മുസ്ലിമ നല്ല പ്രഭാഷകൻ, നല്ല സാഹിത്യ സ്ഫുടമായി സംസാരിക്കാൻ കഴിവുള്ള ആളാണ്. ആളുകൾക്ക് വശീകരിച്ചെടുക്കാൻ കഴിവുള്ള ആളാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുസൈലിമ ഒരു കത്തെഴുതി. എന്ത്? മിൻ നബിയില്ലാഹി ഇലാ നബിയില്ലാഹ്. അള്ളാന്റെ നബിയിൽ നിന്ന് അള്ളാന്റെ നബിയിലേക്ക്. ആരാ? ഒരാൾ നബി ആരാ? മുസൈലിമ. മറ്റേ നബി ആരാ? മുമ്പ് അംഗീകരിച്ചിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇതിനുപരി പറയാണ് നിസ്ഫുൽ അർമിലി വ നിസ്ഫുൽ ലക്. ഭൂമിന്റെ പകുതിയിൽ ഞാൻ നബി. അവള് 50-50 വെക്ക. 50-50 വെക്ക. ഈ എഴുത്ത് വായിച്ചിട്ട് വിശ്വാസം എഴുത്ത് ചീന്തിട്ടു. എന്നിട്ട് ഈ എഴുത്ത് കൊണ്ടുവന്ന ആളോട് നബി പറഞ്ഞെന്തറിയോ? ഒരു ദൂതനെ വധിക്കാൻ പാടില്ല എന്ന നിയമം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഇത് നബിയാണ് ചോദിച്ചു, മുസ്ലിം നബിയാണ് അംഗീകരിക്കണ്ടോ? ഞാൻ അംഗീകരിക്കണ്ട. അപ്പോഴെനിക്ക് പറഞ്ഞു, ഒരു കത്തുമായി വന്നൊരു ദൂതനെ എന്ത് ചെയ്യാൻ പാടില്ല? വധിക്കാൻ പാടില്ല. അത് പണ്ട് കമ്മിട്ടുള്ള നിയമമാണ്. ആ നിയമം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ താങ്കളെ കൊല്ലും. കാരണം മുർത്തദല്ലേ. റസൂലുള്ളാഹിക്ക് ശേഷം വേറെ നബിന്റെ പേരെ വിശ്വസിച്ചാൽ എന്തായി? മുർത്തദായി, കാഫിറായി. അല്ല, അത് അറിഞ്ഞോളുന്നില്ല. പക്ഷെ റസൂൽ ചോദിച്ചു അയാളോട്, നബിസ്വല്ലല്ലാഹു ചോദിച്ചു, നീ മുസൈലിമനെ അംഗീകരിക്കുന്നുണ്ടോ? ആ മുസൈലിമത്തുൽ കദ്ദാബിനെ നേരിടാൻ വേണ്ടിയാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈന്യത്തെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ അയച്ചു. പിന്നെ ആ മുസൈലിമിനെ കൊല്ലുന്നത് ആരറിയാം? ആരറിയാം? ആ മുർത്തദുകളുമായിട്ടുള്ള യുദ്ധത്തിൽ ആ മുസൈലിമിനെ കൊല്ലുന്നത് വഹ്ശിയാണ് റളിയല്ലാഹു അൻഹു. ആരെ കൊന്ന? ഹംസ റളിയല്ലാഹു അൻഹു കൊന്ന വഹ്ശിയാണ് മുസൈലിമത്തുൽ കദ്ദാബിനെ കൊല്ലുന്നത്. റസൂലുള്ളാഹിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹു കൊന്നതിന് പ്രായശ്ചിത്തമായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ സൂക്ഷിച്ചെന്ന് റസൂലുള്ളാഹിക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരാളെ ഞാൻ കൊല്ലുന്നു. അങ്ങനെ വഹ്ശിയെ കൊന്നത്, വഹ്ശിയാണ് മുസൈലിമത്തുൽ കദ്ദാബിനെ അവരുമായിട്ടുള്ള യുദ്ധത്തിൽ വധിച്ചു. അതൊക്കെ ചരിത്രമാണ്. അപ്പം ഞാൻ പറഞ്ഞതാണ് നബിമാരുമായിട്ടുള്ള ബന്ധവിശ്വാസം. നബിമാർക്ക് മനുഷ്യന്മാർ തന്നെയാണ് പ്രവാചകന്മാർ. പ്രവാചകന്മാർ മലക്കുകളല്ല. പ്രവാചകന്മാരല്ല, മലക്കുകളല്ല. നമ്മളെപ്പോലെ മനുഷ്യന്മാരാണ്. പക്ഷെ നമ്മളെപ്പോലെ മനുഷ്യന്മാരല്ല. സാധാരണ മനുഷ്യന്മാരല്ല, അസാധാരണ മനുഷ്യരാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ വഹി ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ അറിയാത്ത ചില കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ കഴിയും. വഹയിലൂടെ തന്നെ അറിയാൻ കഴിയും. ശാരീരികമായ ചില സവിശേഷതകളുണ്ട്. ഒരു ശാരീരിക ന്യൂനതകളും ഇല്ലാത്തവരാണ് പ്രവാചകന്മാരാകുക. അവരുടെ കണ്ണ് കാണാത്ത, അല്ലെങ്കിൽ ചെവി കേൾക്കാത്ത, അല്ലെങ്കിൽ ശാരീരിക വൈകല്യങ്ങൾ അവർക്കുണ്ടാവില്ല. പൂർണ്ണമായും നല്ല ആരോഗ്യ ദൃഢഗാത്രരായിരിക്കും അള്ളാഹുവിന്റെ പ്രവാചകന്മാർ. അങ്ങനെ പല പ്രത്യേകതകളും അവർക്കുണ്ട്. അപ്പോൾ അതാണ് സൂറത്തുൽ അംബിയ. അതിൽ ഒന്നാമത്തെ ആയത്ത് പരലോകവുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
اقترب للناس حسابهم وهم في غفلة معرضون. اقترب للناس حسابهم وهم في غفلة معرضون. اقترب للناس حسابهم وهم في غفلة معرضون. അതിൽ നോക്കുക, അതിൽ ഒന്നാമത്തെ വചനം തന്നെ ഇഖ്തറബ എന്നാണ്. ഖറുബ എന്ന് പറഞ്ഞാൽ എന്താ? ഖറുബ ഖരീബ്. ഖരീബ് എന്താ? അടുത്തു. ഖറുബ എന്ന് പറഞ്ഞാൽ അടുത്ത് നടത്തും. അറബി ഭാഷയിൽ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഹർഫുകൾ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അതിന്റെ മാനയിൽ വ്യത്യാസം വരും. അതായത് അറബി ഭാഷയിൽ ഖറുബ എന്ന് പറഞ്ഞാൽ അടുത്തു നിന്നാണ്, ഇഖ്തറബ എന്ന് പറഞ്ഞാൽ അടുത്തു തന്നെ അർത്ഥം. പക്ഷെ അറബി ഭാഷയിൽ എന്താ ഹുറൂഫ് സായിദായിട്ടുള്ള ഹുറൂഫുകൾ അഥവാ ഹർഫുകൾ എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിന്റെ മാനയുടെ എന്താ പറയുക കാഠിന്യം കൂടും. ഇപ്പൊ ഞാൻ ചെറു ഉദാഹരണം പറയാം. കത്തല എന്ന് പറഞ്ഞ കൊന്നു. കത്തല എന്ന് പറഞ്ഞാൽ കൊന്നു. കത്തല എന്ന് പറഞ്ഞാൽ കൊന്നു. എന്നാൽ ഇവിടെ ശബ്ദത്തെടുത്താലോ എന്താ വയ്ക്കാം? കത്തല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അത് കൊന്നു തന്നെ. പക്ഷെ എങ്ങനെ കൊന്നു? അതിക്രൂരമായി കൊന്നു. മറ്റൊരു കത്തല പറഞ്ഞാൽ കൊന്നു, സാധാരണ കൊല. പക്ഷെ കത്തല അങ്ങനല്ല. കത്തല എന്ന് പറഞ്ഞാൽ ആ കൊല്ലുക എന്ന പ്രവർത്തനത്തിൽ എന്തുണ്ട്? കുറച്ച് സ്ട്രോങ് ഉണ്ട്. മനസ്സിലായി? അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടെ നോക്കിക്കോ, ഖറുബ എന്ന് പറഞ്ഞാൽ അടുത്തു നടത്തും. ഇഖ്തറബ എന്ന് പറഞ്ഞാലോ കൂടുതൽ അടുത്തു. അടുത്തു എന്ന് പറഞ്ഞാൽ വളരെയധികം അടുത്തു നടത്തും. മനസ്സിലായി? വളരെയധികം അടുത്തിരിക്കുന്നു. എന്താണ് അടുത്തത്? ആർക്കാണ് അടുത്തത്? ലിന്നാസ്, ജനങ്ങൾക്ക്, മുഴുവൻ മനുഷ്യന്മാർക്കും വളരെ അധികം അടുത്തു കഴിഞ്ഞിരിക്കുന്നു. വളരെയധികം അടുത്തു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് അടുത്തത്? ഹിസാബുഹും, അവരുടെ ഹിസാബ്, വിചാരണ അടുത്തു കഴിഞ്ഞിരിക്കുന്നു. ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും അവരുടെ ഹിസാബ് വളരെ അധികം അടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ലോകം അവസാനിക്കാൻ ഉള്ള സമയം വളരെയധികം. ഹിസാബ് എപ്പോഴുണ്ടാകുക? പരലോകത്തിലുണ്ടാകുക. പരലോകം എപ്പോഴുണ്ടാകും? ഖിയാമത്ത് നാളിന് ശേഷം. അപ്പൊ ഖിയാമത്ത് നാളിന് ശേഷം നടക്കേണ്ട ഹിസാബ് തന്നെ അവിടെ അടുത്തെത്തിയിട്ടുണ്ടെങ്കിൽ ഖിയാമത്ത് നാൾ എത്ര അടുത്തായിരിക്കും? അത് ചിന്തിക്കണ്ടേ ജനങ്ങൾ. ഇപ്പൊ ഖിയാമത്ത് നാളിന് ശേഷം നടക്കേണ്ടതാണ് ഹിസാബ്. ആ ഹിസാബ് ജനങ്ങൾക്ക് വളരെ അടുത്താണെങ്കിൽ ഖിയാമത്ത് നാൾ എത്രത്തോളം അടുത്തായിരിക്കും അവർക്ക്? ഇത് എപ്പോഴാണ് അള്ളാഹ് ആയത്തിറക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ. അപ്പൊ ആ കാലഘട്ടത്തെക്കാളും എത്രയോ അടുത്താണ് ആര് നിൽക്കുന്നത്? നമ്മൾ നിൽക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ഇവിടെ ഖിയാമത്ത് നാൾ അടുത്തു എന്ന് പറയുമ്പോൾ ഖിയാമത്ത് നാൾ അടുത്തതായിക്കൊണ്ട് ചില ലക്ഷണങ്ങളുണ്ട്. ഒരുപാട് ലക്ഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഖിയാമത്ത് നാളിന്റെ ഒന്നാമത്തെ ലക്ഷണം എന്താ പറയുക? ഒന്നാമത്തെ ലക്ഷണം ഖിയാമത്ത് നാളിന്റെ ഒന്നാമത്തെ ലക്ഷണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ്. നബിയാക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഖിയാമത്ത് നാളിന്റെ ഒന്നാമത്തെ ലക്ഷണം. കാരണം റസൂൽ പറഞ്ഞൊരു ബുഇസ്തു വഅന വസഅതി കഹാതൈൻ, ഞാനും ഖിയാമത്ത് നാളും ഏതുപോലെയാണ്? ഇങ്ങനെ. നബി വന്നു കഴിഞ്ഞാൽ പിന്നെ ഖിയാമത്ത് നാൾക്ക് അധികം ഇല്ല, സമയം ഇല്ല. കാരണം നബിക്ക് ശേഷം ഈ നബി എന്തില്ല? വരാൻ ഇല്ല.
അതുകൊണ്ട് ഞാനും എൻ്റെ ഖിയാമത്ത് നാളും ഇതുപോലെയാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത്, പിന്നെ ഒരുപാട് അടയാളങ്ങൾ. ഇനി ബാക്കിയുള്ളത് എന്താ വെച്ചാൽ പിന്നെ ആയാത്ത് കുബ്ര എന്ന് പറയും, വലിയ അടയാളങ്ങൾ ഇനി ബാക്കിയുള്ളൂ. വലിയ അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈസാ നബി ദജ്ജാൽ വരിക, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരിക, അതുപോലെ തന്നെ യജൂജ് മഅജൂജിന്റെ ഫിത്ന, സൂര്യൻ കിഴക്ക് പടിഞ്ഞാറ് ഉദിക്കുക, ഇങ്ങനെയുള്ളതാണ് വലിയ വലിയ ലക്ഷണങ്ങൾ. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇറങ്ങി നോക്കിയാൽ തന്നെ ഖിയാമത്ത് നാൾ അടുത്തുകിടുന്നാണോ തോന്നുക, അതല്ലെങ്കിൽ കുറെ സമയം ഉണ്ടെന്നാ തോന്നുക. ഓരോ ദിവസം കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് ഇത് കഴിഞ്ഞ് പോകാൻ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരുപാട് ലക്ഷണങ്ങളുണ്ട് ഹദീസിൽ. കുറെ ആളുകൾ ദഈഫായി പിന്നെ പറയുന്ന ഇതൊന്നും അല്ലാതെ സഹിയായത് തന്നെ യതഖാറബു സമാൻ, സമയങ്ങൾ അടുത്ത് വരും. യതതാവലൂന നാസ ഫിൽ ബുനിയാൻ, റസൂലുള്ളാഹി മദീനത്തുന്ന പറഞ്ഞു, ജനങ്ങൾ കെട്ടിടമുണ്ടാക്കുന്നുണ്ട്, കെട്ടിടത്തിന്റെ നീളത്തിന്റെ വിഷയത്തിൽ മത്സരിക്കുന്നു. ആലോചിക്കി, ഇതിവിടെ ബുർജ് ഖലീഫ ഉണ്ട്, ഇപ്പൊ ഏറ്റവും വലിയ ബിൽഡിംഗ് എന്താ പറഞ്ഞു. അപ്പൊ ആ ബുർജ് ഖലീഫിനെ വെട്ടിക്കാൻ വേണ്ടി പിന്നെ സൗദി അറേബ്യയിൽ എന്തോ ബിൽഡിംഗ് ഉണ്ടെന്ന് വെച്ചാൽ അപ്പോൾ ബുർജ് ദുബായ് വേറെ പുറത്ത് വരുന്നുണ്ട്. മത്സരം. അതായത് അവിടെ 120 300 ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, 400 പോകണം. മത്സരം. ഞാൻ അതുപോലെ തന്നെ പരസ്യമായ വ്യഭിചാരം വർദ്ധിക്കും. റസൂൽ പറഞ്ഞില്ലേ, വ്യഭിചാരം യൽഹറുസിന എന്ന റസൂലിന്റെ പ്രയോഗം നിങ്ങൾ ആലോചിച്ചു. യൽഹറുസിന, സിന പ്രത്യക്ഷമാകും, വ്യഭിചാരം പ്രത്യക്ഷമാവുക എന്നാണ്. വ്യഭിചാരം ഉണ്ടാവുന്നില്ല, വ്യഭിചാരം പണ്ടക്കുമുണ്ടേയുണ്ട്. പക്ഷേ ആ പണ്ടക്കുമുണ്ടല്ല വ്യഭിചാരം എങ്ങനെ നടക്കല്, രഹസ്യമായിട്ട്. റസൂലിന്റെ പ്രയോഗം യക്ഫുറു സിന എന്നല്ല, യൽഹറു സിന. സിന എന്ത് ചെയ്യും, പ്രത്യക്ഷമാകും. അതൊരു പ്രശ്നമാണ്. തമിഴ്നാട്ടിലെ കേരളത്തിലില്ല ചുംബന സമ്മേളനം ആലോചിച്ച്. ഇവിടെ ജവഹർ മുനവ്വർ പിന്നെ ഒരു ഇത് പറഞ്ഞപ്പോ എന്തൊക്കെയാണ് മാറ് തുറന്ന് പെണ്ണുങ്ങൾ നടന്നില്ല നമ്മുടെ നാട്ടിലില്ല. ഹവല വല അപ്പോഴൊക്കെ ഇതൊക്കെ പിന്നെ ഖിയാമത്ത് നാൾക്ക് വല്ലാതെ ദൂരം ഉണ്ടാവും. നമ്മളെ വലിയ മലയാളികൾ എന്ന് പറഞ്ഞ വലിയ എന്തോ പിന്നെ ആനയാണ് ചേനയാണെന്നൊക്കെ വിശ്വസിക്കണ നമ്മളെ നാട്ടിലാണ് ഇപ്പൊ ഇതൊക്കെ നടക്കുന്നത്. ബാക്കിയുള്ളവർക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ കച്ചവടത്തിൽ പിന്നെ ചതികളും വഞ്ചനകളും വർദ്ധിക്കും. ഇതൊക്കെ റസൂലുള്ളാഹി പറഞ്ഞ ഇതാണ്. പിന്നെ സ്ത്രീകൾ അഴിഞ്ഞാട്ടം ഉണ്ടാകും, സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കും. ഇതൊക്കെ റസൂലുള്ളാഹി പറഞ്ഞ 40 സ്ത്രീകൾക്കൊരു പുരുഷൻ എന്ന നിലയായിരിക്കും. അപ്പോൾ അന്ത്യനാളിന്റെ അടയാളങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില അടയാളങ്ങളൊക്കെ വന്നു കഴിഞ്ഞു, ഇനി ചിലതൊക്കെ വരാനുണ്ട്. പിന്നെ ദജ്ജാലും അതുപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഒക്കെ സംഭവിക്കും. അവസാനം ലോകം അവസാനിക്കും. അതിനുശേഷമാണ് ഹിസാബ് ഉണ്ടാകുക. ഹിസാബ് എന്ന് പറയുമ്പോൾ മനുഷ്യന്മാരെ അള്ളാഹു വിചാരണ നടത്തുകയാണ്. ഇതിനാണ് ഹിസാബ് എന്ന് പറയാം. വിശുദ്ധ ഖുർആൻ വഹാസബ്നാഹും ഹിസാബൻ എന്ന് ശദീദ, നാം അവരെ കഠിനമായ വിചാരണ നടത്തും എന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. വേറെ സ്ഥലത്ത് വഹാസബ്നാഹും ഹിസാബൻ യസീറ എന്നുണ്ട്. അപ്പൊ 2 തരം വിചാരണ ഉണ്ടാകാം. ഒന്ന് കഠിനമായ വിചാരണ ഉണ്ടാവും, അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒന്ന് ലളിതമായ വിചാരണ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം പറഞ്ഞു, മൻ ഹുസിബ ഫഖദ് ഉസിബ, ആരെങ്കിലും ഹിസാബ് ചെയ്യപ്പെട്ടാൽ അവൻ ശിക്ഷിക്കപ്പെട്ടത് തന്നെ. ആരെങ്കിലും ഹിസാബ് ചെയ്യപ്പെട്ടാൽ മൻ ഹുസിബ ഫഖദ് ഉസിബ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, വിശ്വാസികൾക്കും ഹിസാബൊക്കെ ഉണ്ടാകുന്ന ഖുർആനിലുണ്ടല്ലോ നബിയെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നമാ ദാലിക ലഅർ, അതൊരു അർളാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ നോക്കും, പുറത്തു കൊടുക്കും. അതേ സമയത്ത് ഹിസാബ് എന്ന് പറഞ്ഞാൽ
ഓരോ പ്രവർത്തനമെടുത്ത് അതിൻ്റെ ന്യൂനതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കുന്നതാണ് ഹിസാബ് എന്ന് പറയുക. അങ്ങനെ ഒരാളുടെ അമൽ അല്ലാഹു പരിശോധിച്ചാൽ ഫഖദ് ഉദ്ദിബ, അവൻ ഉറപ്പായിട്ടും എന്താണ്, ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹിസാബിൽ നിന്ന് ഇപ്പൊ സൂറത്തു ഗാശിയയുടെ അവസാനത്തെ ആയത്ത് എന്താണ്? സൂറത്തുൽ ഗാശിയ, ثم إن إلينا إيابهم ثم إن علينا حسابهم അല്ലേ? അപ്പൊ ആ ആയത്ത് നമ്മൾ ഓതുമ്പോൾ മുഫസ്സിറുകൾ പറഞ്ഞു കാണാം, ഇജാബത്തുൽ ഖുർആൻ എന്ന സംഗതിയുണ്ട്. ഖുർആന് മറുപടി കൊടുക്കുക. അപ്പൊ അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറാ നമ്മൾ പ്രാർത്ഥിക്കണം. ആ നിസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ആ സ്ഥാനത്ത് ആയത്തില്ല. അപ്പൊ പ്രാർത്ഥിച്ചിട്ട് റുക്കൂക്ക് പോകാം. ഖുർആൻ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയെന്ന കാര്യം. അപ്പൊ ഖുർആനിന് മറുപടി കൊടുക്കുക. ഫസബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅലാ സുബ്ഹാനല്ലാഹ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇമാമ് പറഞ്ഞെങ്കിൽ നമ്മൾ പറയണ്ട, ഇമാമ് പറഞ്ഞില്ല നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഒറ്റയ്ക്ക് നമ്മൾ സുന്നത്ത് സ്കരിക്കാണ്, വിത്രിസ്കരിക്കാണ്. നമ്മൾ വിത്രിസ്കരിക്കുമ്പോൾ സബ്ബിസ്മോദല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅലാ എന്ന് പറഞ്ഞ് സുബ്ഹാനല്ലാഹ് എന്ന് പറയാം. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅലാ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും അത്യുന്നതനായ നിന്റെ റബ്ബിനെ നീ പുകഴ്ത്തുന്ന അള്ളാന്റെ കൽപ്പനയാണ്. അപ്പൊ നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയാം. അതുപോലെ നാം ആണ് അവരെ വിചാരണ നടത്തുന്നത്, അവരെ വിചാരണ നമ്മുടെ ബാധ്യതയാണ് എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അപ്പോൾ അള്ളാഹ് പ്രാർത്ഥിക്കുക അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറാ. കാരണം ഒരു മനുഷ്യൻ അള്ളാഹു ശരിക്കും വിചാരണ നടത്തിയാൽ ആ മനുഷ്യന്റെ കാര്യം എന്താണ്? പോക്കാൻ. അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഇതാണ് ശരിക്കും ഹിസാബ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു മനുഷ്യന്റെ നന്മ തിന്മകൾ ശരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഫയലുകൾ ശരിക്ക് നുസ്ഖനാഹു എന്നുള്ള പറഞ്ഞു. നാം നുസ്ഖ അതായത് എഴുതി സൂക്ഷിക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാം അള്ളാഹു റെക്കോർഡാക്കി ഇവിടെ വെക്കുന്നുണ്ട്. അള്ളാഹ്ക്ക് അറിയാനിട്ടില്ല, പക്ഷെ അള്ളാഹ് ഡോക്യുമെന്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ കൈയെഴുത്തുക. അതുകൊണ്ടാണ് ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക യൗമ അലൈക ഹസീബ. ഇതെന്ന് വായിച്ചു നോക്ക്. അപ്പൊ നിനക്ക് പിന്നെ വേറെ ഹിസാബൊന്നും വേണ്ടിയില്ല എന്ന് അള്ളാഹ് പറയും. അപ്പോഴാണ് യാ ലൈതനി, പടച്ചോനെ ഗന്ധം എനിക്ക് നൽകപ്പെടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നൊക്കെ മനുഷ്യന്മാർ ചിന്തിക്കുക. അപ്പൊ ഹിസാബ്, അതുകൊണ്ടാണ് മഹാൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ് ഹാസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങൾ സ്വയം ഒന്ന് വിചാരണ നടത്തി നോക്കുക, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുമ്പ്. അപ്പൊ നമുക്കറിയാതെ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന ആളാരാ? പടച്ചോൻ കഴിഞ്ഞ പിന്നെ ആരെന്നെ? നമ്മൾ തന്നെ. അപ്പൊ നമ്മുടെ നന്മകൾ എത്ര ഉണ്ട്, നമ്മുടെ നിസ്കാരത്തിലെ ഭക്തി എത്ര ഉണ്ട്, നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണുള്ളത്, നമ്മൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, ഇതൊക്കെ അള്ളാഹ് കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്നെയാണ് കൂടുതൽ അറിയാം. ഒരു പക്ഷേ ജനങ്ങളുടെ മുമ്പിലും ജനങ്ങളുടെ അടുക്കലൊക്കെ വലിയ നന്മകൾ നമുക്കുണ്ടാകാം. പക്ഷെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ ആരും അറിയാത്തതുണ്ടാകും. അള്ളാഹു നമുക്കെല്ലാം പുറത്തെരുമാറാവട്ടെ. അപ്പൊ അത് ശരിക്കും നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റുപറഞ്ഞ് നമ്മൾ സ്വയം ഒരു ഹിസാബ് നടത്തി ആ ഹിസാബിൽ നമ്മൾ വിജയിച്ചാൽ അള്ളാഹിന്റെ അടുക്കൽ നമ്മൾ വിജയിക്കും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പിതാവ് ഇസ്മായിൽ ബിൻ ഇബ്രാഹിം, അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന നേരത്ത് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അടുക്കൽ കടന്നു ചെല്ല. അപ്പൊ മഹാനായ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം ഇമാം ബുഖാരി ഉസ്താദാണ്. ഇമാം ബുഖാരി ഉസ്താദ് അല്ല, ഇമാം ബുഖാരിന്റെ പിതാവാണ്. ഞാൻ ഉസ്താദ് എന്ന് പറഞ്ഞ ഇമാം ബുഖാരി ഉസ്താദ് അല്ല, ഇമാം ബുഖാരിയുടെ പിതാവ് മുഹമ്മദ് ബിൻ ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം. അപ്പോ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം മരിക്കാൻ കിടത്തു. അദ്ദേഹം വലിയ ധനികനായിരുന്നു, വലിയ സമ്പന്നനായിരുന്നു. അപ്പൊ ആ സമ്പന്നനായ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം റഹ്മത്തുള്ളാഹി മരിക്കാൻ കിടക്കുമ്പോൾ പറഞ്ഞാൽ എന്താ അറിയോ? എന്റെ ധനത്തിൽ
ഒരു ഹറാമിന്റെ പണവും ഇല്ല എന്ന് എനിക്ക് 100ക്ക് 100 ഉറപ്പിച്ച് പറയാൻ കഴിയും. ഹറാമിൻ്റെത് മാത്രമല്ല, വലാ മിൻ ശുബ്ഹത്തിൻ, ഹറാമാണോ ഹലാലാണോ എന്ന് സംശയമുള്ള പണമുണ്ട്, അതുപോലും എൻ്റെ ധനത്തിലില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. എപ്പോ പറഞ്ഞ്? മരിക്കാൻ കിടക്കുന്നു. അത്രയും ആത്മവിശ്വാസം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാചകം നോക്കും. അപ്പൊ ആ വാപ്പാന്റെ മോനാണ് ഇമാം ബുഖാരി. ഇമാം ബുഖാരി പറയാണ്, ഒരു മനുഷ്യനെ ഗീബത്ത് പറഞ്ഞതിന്റെ പേരിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കണം, 60 വർഷക്കാലം ജീവിച്ച ആ പണ്ഡിതൻ ഇമാം ബുഖാരി. ആ 60 വർഷക്കാലത്തിനിടക്ക് ഒരു മനുഷ്യനെ ഗീബത്ത് പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹു എന്നെ വിചാരണ നടത്തുകയില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. നമുക്ക് ഒരു ദിവസം ഉറപ്പ് പറയാൻ പറ്റുമോ? നമ്മളൊക്കെ കാര്യം പറഞ്ഞു. ഇമാം ബുഖാരി 60 വർഷക്കാലത്തോളം ജീവിച്ചിട്ട് ഇമാം ബുഖാരി പറയാണ്, ഒരു മനുഷ്യന് ഗീബത്ത് പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹു എന്നെ ഹിസാബ് നടത്തൂല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ സഹോദരന്മാരെ, നമ്മളെ തന്നെ എന്ത് ചെയ്യണം? ശരിക്കും വിചാരണ നടത്തണം. അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത്, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, ജനങ്ങൾക്കൊരു ഹിസാബൊക്കെ അടുത്തിട്ടുണ്ട്. പക്ഷെ ജനങ്ങളുടെ അവസ്ഥ എന്താ? വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. 2 കാര്യം അവർക്കുള്ളൂ. ഒന്ന്, വഹും ഫീ ഗഫ്ലത്തിൻ. ഗഫ്ലത്ത് എന്ന് പറഞ്ഞാൽ അശ്രദ്ധയിലാണ്. ശ്രദ്ധല്ല. ഏത് കാര്യത്തിലാണ് ആളുകൾക്ക് ശ്രദ്ധ ഉള്ളത്? ദുനിയാവിന്റെ കാര്യത്തിലല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ദീന്റെ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടോ? അപ്പൊ നമ്മളൊക്കെ ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്താണ് നിസ്കാരം. ആ നിസ്കാരത്തിന്റെ കാര്യങ്ങൾക്ക് ശ്രദ്ധ ഉണ്ടോ? ഗഫലത്തില്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മുഅ്രിദൂൻ. ഗഫലത്ത് മാത്രമല്ല, ഈ ദീനിന്റെ കാര്യങ്ങൾ കേൾക്കുന്നതിൽ നിന്നും മനസ്സിലാക്കുന്നതും എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞു കളയാം. അപ്പൊ ജനങ്ങൾക്ക് ഹിസാബ് വളരെ അടുത്തെത്തിയിട്ടുണ്ട്. പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓലിപ്പോഴും അശ്രദ്ധയിലാണ്. ഇതിനെപ്പറ്റി ചിന്തിക്കണില്ല, ഇതിനെപ്പറ്റി ചിന്തിക്കാൻ നേരമില്ല, ഇബ്ലീസിന് സമയം കൊടുക്കണില്ല. രണ്ടാമത്തെ കാര്യം മുഅ്രിദൂൻ എന്നാണ്. മുഅ്രിദ് എന്ന് പറഞ്ഞാൽ അവർ പിന്തിരിഞ്ഞു കളയുകയാണ്. അപ്പൊ ദീനിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുന്നതിൽ നിന്നും ആള് വശത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ദുനിയാവിൽ ഏത് മനുഷ്യനാണ് അറിയാത്ത മരിക്കുമെന്ന കാര്യത്തിൽ പിന്നെ തർക്കമുള്ള ആരെങ്കിലും ദുനിയാവിലുണ്ടോ? ഇല്ലല്ലോ. മരിക്കുമെന്ന കാര്യത്തിൽ തർക്കമുള്ള ആരും ഇല്ല, ദുനിയാവിലില്ല. പക്ഷേ പിന്നെ കുറച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും. അപ്പൊ മരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ ആ മരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ വെച്ചാൽ ഒരുങ്ങിയിട്ടില്ലല്ലോ. നമ്മൾ ഇനിയും കുറേ കാലം ജീവിക്കും എന്ന ഒരു തെറ്റായ ധാരണയിലാണ് എല്ലാ ആളുകളും ഉള്ളത്. എല്ലാ ആളുകളും അങ്ങനെ തന്നെയുള്ളത്. അതൊക്കെ ഇപ്പൊ ഇനി എന്തെങ്കിലും ഇബാദത്തൊക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ ഇനി വയസ്സാം കാലത്ത് നോക്കുക, അല്ലെങ്കിൽ വയസ്സായിട്ട് നോക്കുക, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട്. ഇപ്പൊ നിങ്ങൾ ഒരു മിഞ്ഞാന്ന് പേപ്പർ വായിച്ചല്ലോ, 16 വയസ്സുള്ള ഒരു +2 പഠിക്കുന്ന കുട്ടി ബസ്സിൽ കുഴഞ്ഞാണ് മരിച്ചു. കണ്ണൂർ സ്കൂളിലേക്ക് പോകണം. 16 വയസ്സുള്ള പെൺകുട്ടി ബസ്സിൽ കയറി കമ്പി പിടിച്ച് ഇങ്ങനെ ഊർന്നു വീണ് ബസ്സിലാണ് മരിച്ചു. ആലോചിച്ച് നോക്കി. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് +2 പഠിക്കുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളുണ്ടാവും? ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് എന്തൊക്കെ പ്രതീക്ഷകളുണ്ടാവും? ഒരു നിമിഷം കൊണ്ട് അതൊക്കെ പോവാണ്. അപ്പൊ മരിക്കുന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷെ ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് ഒരു ഹിസാബുണ്ട്. ആ ഹിസാബിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് അവിടെ പറഞ്ഞത്, ഇഖ്തറബ ലിന്നാസി ഹിസാബും. ജനങ്ങൾക്ക് ഹിസാബ് വളരെ അടുത്താണ്, അധികം ദൂരമൊന്നുമില്ല. ഇനി നമ്മൾ വിചാരിക്കുന്ന വെച്ചാൽ ഖിയാമത്ത് നാളിൽ ഇപ്പൊ മസീഹ് ദജ്ജാൽ വരാണ്ട്, ഈസാ നബി വരാണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് ഖിയാമത്ത് നാൾ ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ ഞാൻ മരിക്കും, എനിക്ക് ഈ ആയത്ത് ബാധകമില്ല. അതല്ല, ഈ ആയത്ത് നമുക്കും ബാധകമാണ്. കാരണം റസൂൽ പറഞ്ഞു, മൻ മാത ഫഖദ് ഖാമത്ത് ഖിയാമത്തുഹു. ഒരു മനുഷ്യൻ മരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അയാളെ
എന്ത്? ഖിയാമത്ത്. അയാളെ സംബന്ധിച്ചിടത്തോളം ഖിയാമത്ത് നാൾ ഏതാണ്? ആ മനുഷ്യന്റെ മരണം. അപ്പൊ ഇനി ലോകം അവസാനിക്കഴിഞ്ഞും കുറെ കാലുണ്ട്, ഞാൻ ഖിയാമത്ത് നാളിന്റെ അന്നൊന്നും ഉണ്ടാവില്ല, നീ ഈസാനബിൻ ദജ്ജാലും ഒക്കെ വന്നിട്ടാണ്ടെന്ന് ചിന്തിക്കേണ്ട. നമ്മുടെ ഖിയാമത്ത് എപ്പോഴാച്ചാൽ നമ്മുടെ മരണമാണ് നമ്മുടെ ഖിയാമത്ത്. അതുകൊണ്ട് തന്നെ മരണം പിന്നെ സാധാരണ പണ്ഡിതന്മാർ പറഞ്ഞില്ലേ, കുല്ലും ബിഇൻ മുസബ്ബഹും ഫി അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി എന്ന ഒരു കവി പറഞ്ഞു. കുല്ലും ബിഇൻ മുസബ്ബഹും ഫി അഹ്ലിഹി, എല്ലാ മനുഷ്യന്മാരും രാവിലെ മുതൽ വീട്ടിലിങ്ങനെ എഴുന്നേറ്റ് നിൽക്കും, ജീവിക്കും. പക്ഷെ വൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി, ഓൻ എഴുന്നേറ്റിട്ട് ഇടുന്ന ചെരുപ്പുണ്ടല്ലോ, ആ ചെരുപ്പിന്റെ വാറിനേക്കാൾ മരണം അവന്റെ അടുത്താണ്. ഒരാൾക്ക് ചെരുപ്പ് കാലുമൊക്കെ ടൈറ്റായി നിൽക്കുന്ന ചെരുപ്പിൽ നമ്മളെല്ലാവരും ഇടുക, ലൂസാറിന് ഇടൂലല്ലോ. അപ്പൊ ആ ചെരുപ്പിന്റെ വാറ് ഒരു മനുഷ്യന്റെ ശരീരത്തേക്കാൾ എത്രമാത്രം ഒട്ടി നിൽക്കുന്നുണ്ടോ അതിനേക്കാൾ അടുത്താണ് ഒരു മനുഷ്യന്റെ മരണം എന്നാണ് പിന്നെ പണ്ഡിതന്മാരെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹിന്റെ ഹദീസും ആശയത്തും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ശരിക്കും നമ്മുടെ ഹിസാബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണമാണ്. അപ്പൊ അതിന് നമ്മുടെ ഗഫലത്തും ഏറാവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ദുനിയാവിന്റെ ജീവിതം വളരെ നശ്വരമാണ്. ഇതൊക്കെയാണ് അള്ളാഹു ഈ ആയത്തിൽ നമുക്ക് ഉപദേശിച്ച് നൽകുന്നത്. ഇൻഷാ അല്ലാഹ് കാര്യം നമുക്ക് പിന്നെ വിശദീകരിക്കാം. അള്ളാഹുവിന്റെ ദീന് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതാവസാനം വരേക്കും ആ ദീനിൽ ഉറച്ചു നിൽക്കാനും ജീവിതത്തിൽ ഏറ്റവും നല്ല അമലുകൾ ചെയ്യുമ്പോൾ അള്ളാഹു ഏറ്റവും തൃപ്തിപ്പെട്ട അവസ്ഥയിൽ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളിൽ മരണപ്പെട്ടു എന്നവരാ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അള്ളാഹു അവർക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെ നമ്മിൽ നിന്നാണ് ജന്നാത്തിൽ പ്രവേശിച്ചുള്ള ഒരുമിച്ച് കിട്ടുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.